ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് MS വേർഡിലെ ഷോർട്ട് കട്ട് കീസിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ വർക്ക് വളരെ ഈസിയായും ഫാസ്റ്റായും ചെയ്യാനായി ഷോർട്ട് കട്ട് കീസ് ഹെൽപ്ഫുള്ളാണ്. സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡോക്യുമെൻറ്റിൽ ഷോർട്ട് കട്ട് കീസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു റാൻഡം ഡോക്യുമെൻ്റ് ആണ് എടുത്തിട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെയുള്ള ഷോർട്ട് കട്ട് കീസൊക്കെ ഈ ഡോക്യുമെൻറ്റിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ്. Ctrl+X കട്ട് ദി സെലക്റ്റഡ് കണ്ടൻറ്റ്. നമുക്ക് ഈ ഡോക്യുമെൻറ്റിലെ ഏതെങ്കിലും ഒരു സെൻറ്റൻസോ പാരഗ്രാഫോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ Ctrl+X കൊടുക്കാം. അതിനായി ആദ്യം കട്ട് ചെയ്യേണ്ട പോർഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ ഈ വേർഡാണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നീട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് X എന്ന കീ പ്രസ് ചെയ്യുക. അടുത്തത് Ctrl+V പേസ്റ്റ് ദി കണ്ടൻസ്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത വീഡിയോ എന്ന വേർഡ് മറ്റെവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാനായി Ctrl+V കൊടുക്കാം. അടുത്തത് Ctrl+C കോപ്പി ദ സെലക്റ്റഡ് കണ്ടൻറ്റ്. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട, പകരം ഒറിജിനൽ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ഒരു കോപ്പി മതിയെങ്കിൽ Ctrl+C എന്ന കമാൻഡ് കൊടുക്കാം. അതിനും ആദ്യം സെലക്ട് ചെയ്യുക, പിന്നീട് Ctrl+C കൊടുക്കുക. ഇങ്ങനെ കോപ്പി ചെയ്ത വേർഡ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. Ctrl+V കൊടുത്ത്. നമുക്കറിയാം, പേസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും തൊട്ട് മുന്നേ കട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്തതായിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും പേസ്റ്റ് ആകുന്നത്. അതല്ല, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ കട്ട് ചെയ്തതോ കോപ്പി ചെയ്തതായിട്ടുള്ള മറ്റെന്തെങ്കിലും കണ്ടൻസ് ആണ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഓരോ തവണ കട്ട് ചെയ്യുകയും കോപ്പി ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്ലിപ്പ് ബോർഡിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അതിനായി ഈ ലോഞ്ച് ബട്ടൻ്റെ ഐക്കൺ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ എന്ന വേർഡാണ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ വന്ന് Ctrl+V കൊടുക്കുക. അടുത്തത് Ctrl+Z അൺഡു ദ പ്രീവിയസ് ആക്ഷൻ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആക്ഷൻ അൺഡു ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? വീഡിയോ എന്ന വേർഡ് പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ Ctrl+Z കൊടുക്കുകയാണെങ്കിൽ ഇത് അൺഡു ആകും. ഇനി അടുത്തത് Ctrl+Y. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആക്ഷൻ വീണ്ടും ചെയ്യാനാണ് Ctrl+Y കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ S എന്നുള്ള ലെറ്റർ ബാക്ക് സ്പേസ് കൊടുത്ത് ഇറേസ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴ്സർ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അതിനുശേഷം Ctrl+Y കൊടുക്കുകയാണെങ്കിൽ ആ ബാക്ക് സ്പേസിൻ്റെ കമാൻഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. P എന്നുള്ള ലെറ്റർ ഇറേസ് ആയി. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+Y കൊടുത്തു. അപ്പോൾ O ഇറേസ് ആയി. അവിടെയും ബാക്ക് സ്പേസിൻ്റെ കമാൻഡാണ് വർക്ക് ആയത്. അടുത്തത് F12 സേവ് ആസ്. നമുക്കറിയാം, ഒരു ഡോക്യുമെൻറ്റ് ആദ്യമായി സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് എന്നുള്ള കമാൻഡാണ് കൊടുക്കുന്നത്. അതുവഴി നമുക്ക് ഒരു പുതിയ ലൊക്കേഷനിൽ പുതിയൊരു പേരിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റിനെ മറ്റേതെങ്കിലും ഒരു ലൊക്കേഷനിലോ മറ്റേതെങ്കിലും ഒരു പേരിൽ സേവ് ചെയ്യാനും സേവ് ആസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യും. എന്നാൽ ഓൾറെഡി സേവ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അത് സേവ് ചെയ്യാനായി ജസ്റ്റ് സേവ് എന്നുള്ള കമാൻഡ് മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ സേവ് ആസ് എന്നുള്ള കമാൻഡ് കിട്ടാനായി F12 എന്ന കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻസ് സെലക്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള പേര് കൊടുത്ത് ഈ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാം. അടുത്തത് Ctrl+S സേവ്. ഞാൻ ഈ ഡോക്യുമെൻറ്റ് ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് Ctrl+S കൊടുക്കുമ്പോൾ ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ അതിൽ തന്നെ സേവ് ആകും. ഇവിടെ സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അടുത്തത് Ctrl+P പ്രിൻറ്റ് കമാൻഡിൻ്റെ ഷോർട്ട് കട്ട് കീയാണ്. ഇവിടെ ഈ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കൊടുത്ത ശേഷം പ്രിൻ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. അടുത്തത് Ctrl+N ന്യൂ ഡോക്യുമെൻറ്റ്. നമ്മൾ ഈ ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യാവുന്നതാണ്. Ctrl+N കൊടുക്കുക. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അടുത്തത് Ctrl+O ഓപ്പൺ ഡോക്യുമെൻറ്റ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യാനാണ് ഈ കമാൻഡ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ Ctrl+O കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ഈ അടുത്തൊക്കെ ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ വരും. അതല്ല വേറെ ലൊക്കേഷനിലാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്തെടുക്കാം. അടുത്തത് Ctrl+W ക്ലോസ് ഡോക്യുമെൻറ്റ്. നമ്മുടെ ഈ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+W. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് ക്ലോസ് ആയി. അടുത്തത് ടെക്സ്റ്റ് ഫോമാറ്റിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ കേസ് ചേഞ്ച് ചെയ്യാൻ അപ്പർ കേസിലോട്ടോ ലോവർ കേസിലോട്ടോ ആക്കാൻ, ബോൾഡ് ആക്കാൻ, ഇറ്റാലിക്സിലോട്ട് ആക്കാൻ, അങ്ങനെയൊക്കെയുള്ള കമാൻഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീസാണ് നമ്മളിനി നോക്കാനായി പോകുന്നത്. Ctrl+B ബോൾഡ്. ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+B കൊടുക്കാം. ഇപ്പോൾ അത് കംപ്ലീറ്റ് ബോൾഡായി. അടുത്തത് Ctrl+I ഇറ്റാലിക്. ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. Ctrl+I ഇറ്റാലിക്സിലോട്ട് ചേഞ്ച് ആയി. നെക്സ്റ്റ് Ctrl+U അണ്ടർലൈൻ. Ctrl+U. ഇപ്പോൾ അണ്ടർലൈൻ വന്നു. അടുത്തത് Ctrl+Shift+D ഡബിൾ അണ്ടർലൈൻ. നമുക്കറിയാം ഇത് സിംഗിൾ അണ്ടർലൈൻ ആണ്. ഇനി ഡബിൾ അണ്ടർലൈൻ വരാനായി Ctrl+Shift+D കൊടുക്കാം. Ctrl+Shift+D. അടുത്തത് Ctrl+Shift+W. അപ്ലൈ അണ്ടർലൈൻ ടു ദ വേർഡ്സ് ബട്ട് നോട്ട് ദി സ്പേസസ്. ഈ രണ്ട് കേസിലും വേർഡ്സിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസസിൻ്റെയും അടിയിൽ അണ്ടർലൈൻ വന്നിട്ടുണ്ട്. അങ്ങനെയല്ലാതെ വേർഡ്സിൻ്റെ അടിയിൽ മാത്രം അണ്ടർലൈൻ വരാനാണ് ഈ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. Ctrl+Shift+W. ഇവിടെ വേർഡ്സിന് മാത്രമാണ് അണ്ടർലൈൻ വന്നിരിക്കുന്നത്. അടുത്തത് Ctrl+Shift+A ചേഞ്ച് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു അപ്പർ കേസ്. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ട് ചേഞ്ച് ചെയ്യാൻ. സെലക്ട് ചെയ്യുക, പിന്നീട് Ctrl+Shift+A കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് അപ്പർ കേസിലോട്ട് ചേഞ്ച് ആയി. അടുത്തത് Ctrl+Shift+K ചേഞ്ച് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു സ്മോൾ ക്യാപ്സ്. ഇതും ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ടാണ് ചേഞ്ച് ആവുന്നത്, പക്ഷേ അതിൻ്റെ സൈസ് കുറവായിരിക്കും. Ctrl+Shift+K. ഇവിടെ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാം. അടുത്തത് Shift+F3 ചേഞ്ച് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു അപ്പർ കേസ് 2 ലെവൽസ്. Shift+F3. ഇപ്പോൾ അത് കംപ്ലീറ്റ് ക്യാപ്സിലോട്ട് ചേഞ്ച് ആയി. ഒന്നുകൂടി Shift+F3 കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയും ലോവർ കേസിലോട്ട് മാറി. ഈ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരുന്നു, അതും കൂടിയാണ് സ്മോൾ ലെറ്ററിലോട്ട് ചേഞ്ച് ആയിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ടും ലോവർ കേസിലോട്ട് ചേഞ്ച് ആകും. ഇവിടെ രണ്ടിടത്തും നമ്മൾ ഒന്നും കൂടി ഈ സെയിം കമാൻഡ്സ് കൊടുത്താൽ, അതായത് ഇവിടെ നമ്മൾ Ctrl+Shift+A ആണ് കൊടുത്തത്. ഒന്നും കൂടി Ctrl+Shift+A കൊടുത്താൽ അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് റിട്ടേൺ ആകും. അതുപോലെ തന്നെ ഇവിടെയും രണ്ടാമത്തെ കേസിലും Ctrl+Shift+K ആണ് കൊടുത്തത്. ഒന്നുകൂടി Ctrl+Shift+K കൊടുത്താൽ അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് റിട്ടേൺ ആയി. എന്നാൽ ഇവിടെ ആദ്യം Shift+F3 കൊടുത്തപ്പോൾ കംപ്ലീറ്റ് അപ്പർ കേസിലോട്ട് മാറി, രണ്ടാമത് കൊടുത്തപ്പോൾ കംപ്ലീറ്റ് ലോവർ കേസിലോട്ട് മാറി. അടുത്തത് Ctrl+Shift+Full-Stop ഇൻക്രീസ് ഫോണ്ട് സൈസ്. ഇവിടെ ഫോണ്ട് സൈസ് ആണ് ഇൻക്രീസ് ആവുന്നത്. Ctrl+Shift+Full-Stop. ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ ഫോണ്ട് സൈസ് 14 ആണ്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തത് ഇവിടെയാണ്. അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫോണ്ട് സൈസ് 16 ആണ്. അതായത് 14 എന്നുള്ളത് 16 ആയി. അടുത്തത് Ctrl+Right² ഇൻക്രീസ് ദ ഫോണ്ട് സൈസ് ബൈ 1 പോയിൻറ്റ്. ഇവിടെ ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1 പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Ctrl+Right². ഇവിടെയും ഫോണ്ട് സൈസ് ഇൻക്രീസ് ആയി, പക്ഷേ ബൈ 1 പോയിൻ്റ് ആണ്. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ 15 ആണ് ഫോണ്ട് സൈസ്. നേരത്തെ 14 എന്നുള്ളത് ഇവിടെ 16 ആയി. എന്നാൽ ഇവിടെ ഇൻക്രീസ് ചെയ്തത് 1 പോയിൻ്റ് ആണ്. അതുകൊണ്ട് 14 എന്നുള്ളത് 15 ആയി. അടുത്തത് Ctrl+Shift+, ഡിക്രീസ് ഫോണ്ട് സൈസ്. Ctrl+Shift+. ഇവിടെ ഫോണ്ട് സൈസ് ഡിക്രീസ് ആയി. ഇപ്പോൾ ഇത് 12 ആണ് ഇതിൻ്റെ ഫോണ്ട് സൈസ്. 14 എന്നുള്ളത് 12 ആയി.
അടുത്തത് കൺട്രോൾ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഡിക്രീസ് ദി ഫോണ്ട് സൈസ് ബൈ 1 പോയിന്റ്. ഇവിടെ നേരത്തെ പോലെ 1 പോയിന്റ് ആണ്. കൺട്രോൾ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇവിടെ ഫോണ്ട് സൈസ് 13 ആണ്. അതായത് 14 എന്നുള്ള ഫോണ്ട് സൈസിൽ നിന്നും 1 പോയിന്റ് കുറഞ്ഞു, ഇവിടെ 13 ആയി. എന്നാൽ നേരത്തെ 14 എന്നുള്ളത് 12 ആണ് ആയത്. അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ സൈൻ സൂപ്പർ സ്ക്രിപ്റ്റ്, അതായത് എ സ്ക്വയർ എക്സ് ക്യൂബ് അങ്ങനെയൊക്കെ എഴുതുന്നത്. 3 സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ സൈൻ കൊടുക്കുക. ഇനി അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് മൈനസ് സൈൻ സബ്സ്ക്രിപ്റ്റ്. ഇപ്പം നമുക്ക് H2O എന്ന് കൊടുക്കാം. ഇവിടെ 2 എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ ഷിഫ്റ്റ് മൈനസ് കൊടുക്കുക. അടുത്തത് സൂം ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീസാണ്. ഇപ്പോൾ ഇതിൻ്റെ സൂം ലെവൽ 100% ആണ്. അത് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിനെ വീണ്ടും 100%ലോട്ട് ആക്കണമെങ്കിൽ കൺട്രോൾ 0 കൊടുക്കുക. അപ്പോൾ ഇത് വീണ്ടും 100%ലോട്ട് ആയി. അടുത്തത് കൺട്രോൾ പ്ലസ് സ്ക്രോൾ അപ്വേർഡ്സ് സൂമിന്. സൂമിനും സൂം ഔട്ടും ചെയ്യാനായി ഈ ഹാൻഡിൽ യൂസ് ചെയ്യുകയല്ലാതെ നമുക്ക് ഈ ഷോർട്ട് കട്ട് കീസും യൂസ് ചെയ്യാം. കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ സൂം ഇൻ ആയി. ഇതേ ഫംഗ്ഷൻ തന്നെ ഈക്വൽ സൈൻ യൂസ് ചെയ്തും ചെയ്യാം. കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം ഈക്വൽ സൈൻ കൊടുത്തുകൊണ്ടിരിക്കവേ സൂം ഇൻ ആകും. അടുത്തത് സൂം ഔട്ട്. കൺട്രോൾ പ്ലസ് സ്ക്രോൾ ഡൗൺവേർഡ്സ്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത ശേഷം മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇങ്ങനെ നമുക്ക് സൂം ഔട്ട് ചെയ്യാം. അടുത്തത് കൺട്രോൾ പ്ലസ് മൈനസ് സൈന്. അങ്ങനെ നമുക്ക് സൂം ഔട്ട് ചെയ്യാം. ഇനി നേരത്തെ ചെയ്തതുപോലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത ശേഷം 0 എന്നെഴുതിയിരിക്കുന്ന കീ പ്രസ് ചെയ്തുകൊണ്ട് 100% സൂം ലെവലിലേക്ക് നമുക്ക് വരാം. അടുത്തത് സെർച്ചിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ആണ്. കൺട്രോൾ F ഫൈൻഡ്. നമുക്ക് ഏതെങ്കിലും വേർഡോ മറ്റോ കണ്ടുപിടിക്കണമെങ്കിൽ കൺട്രോൾ F കൊടുക്കാം. കൺട്രോൾ F. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് എന്നുള്ള വേർഡാണ് വേണ്ടതെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എവിടെല്ലാം ചേഞ്ച് എന്നുള്ള വേർഡ് ഉണ്ടോ അതെല്ലാം ഇവിടെ താഴെ ലിസ്റ്റായി വന്നിട്ടുണ്ട്. മാത്രമല്ല ആ വേർഡ്സൊക്കെ ഈ ഡോക്യുമെൻറ്റിൽ ഹൈലൈറ്റ് ചെയ്തും വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എവിടെയുള്ള ചേഞ്ച് എന്നുള്ള വേർഡാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ ഈ ചേഞ്ച് ആണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ പോർഷൻ ഇവിടെ വന്നു. ആ ചേഞ്ച് എന്നുള്ള വേർഡ് അല്പം ഡാർക്ക് ആയിട്ടുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തത് കൺട്രോൾ H ആണ്. നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേർഡ്സോ കണ്ടുപിടിച്ചിട്ട് അതിനെ മറ്റേതെങ്കിലും ഒരു വേർഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് കൺട്രോൾ H യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു വേർഡിന് സ്പെല്ലിങ് മിസ്റ്റേക്കനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേ മിസ്റ്റേക്ക് തന്നെ ആ വേർഡ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എല്ലാം തന്നെ കറക്റ്റ് ചെയ്യുക. ഉദാഹരണമായി മാച്ചിന് നമ്മൾ T കൊടുത്തില്ലെന്നിരിക്കട്ടെ. ഇനി നമുക്ക് ഇതേ വേർഡ് തന്നെ ഇവിടെയും വരുന്നുണ്ട്, അവിടെയും അങ്ങനെ തന്നെ കൊടുക്കാം. പിന്നീട് ഇവിടെയും അങ്ങനെ തന്നെ കൊടുക്കാം. അതിനുശേഷം കൺട്രോൾ H കൊടുക്കുക. ഇവിടെ ചേഞ്ച് എന്ന് വന്നിരിക്കുന്നത് നേരത്തെ ഫൈൻഡിന് ചേഞ്ച് എന്നുള്ള വേർഡാണല്ലോ കൊടുത്തത്, അതുകൊണ്ടാണ് അതിവിടെ വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് നമ്മളിപ്പോൾ MACH എന്നങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വേർഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടി വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, MACH. അതിനുശേഷം റീപ്ലേസ് വിത്ത്. നമുക്ക് MATCH ഉപയോഗിച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുക, MATCH. പിന്നീട് റീപ്ലേസ് ഓൾ. എവിടെയെല്ലാം ഇങ്ങനെയുള്ള തെറ്റുണ്ടോ അവിടെയെല്ലാം റീപ്ലേസ് ചെയ്യണം. അതുകൊണ്ട് റീപ്ലേസ് ഓൾ സെലക്ട് ചെയ്യുക. 3 റീപ്ലേസ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. ഇവിടെ റീപ്ലേസ് ചെയ്തു, അതുപോലെ ഇവിടെയും റീപ്ലേസ് ചെയ്തു, പിന്നീട് ഇവിടെയും റീപ്ലേസ് ചെയ്തു. അടുത്തത് കൺട്രോൾ G ഗോ ടു.
ഏതെങ്കിലും ലൈനിലേക്കോ പാരഗ്രാഫിലേക്കോ ബുക്ക് മാർക്സ് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടോ പോകണമെങ്കിൽ Ctrl+G കൊടുക്കാം. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ലൈനിലേക്കാണ് പോകേണ്ടതെങ്കിൽ ലൈൻ സെലക്ട് ചെയ്യുക. പിന്നീട് ലൈൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 10th ലൈനിലേക്കാണ് പോകേണ്ടതെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നീട് ഗോ ടു കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ഇപ്പോൾ 10th ലൈനിലാണ് ഈ കഴ്സർ വന്ന് നിൽക്കുന്നത്. കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 2 3 4 5 6 7 ഇവിടെ വീഡിയോ എന്നൊരു വേർഡ് ഉണ്ടായിരുന്നു. നമ്മൾ Ctrl+Z കൊടുത്ത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അതിനെയും ഒരു ലൈനായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് 7th ലൈൻ. പിന്നീട് ഇത് 8 9 10 അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഇവിടെ എൻ്റർ കീ ഉപയോഗിച്ച് വരുന്ന ഈ സ്പേസിംഗ് ഒന്നും കൗണ്ട് ചെയ്യത്തില്ല. ഇനി അടുത്തത് നാവിഗേഷൻ്റെ കമാൻഡ്സ് ആണ്. അതായത് നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ പല ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീസാണ് ഇവ. Ctrl+ റൈറ്റ് ആരോ, മൂവ് ബൈ വേർഡ് ടുവേർഡ്സ് റൈറ്റ്, വേർഡ് ബൈ വേർഡായിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വേർഡിൻ്റെ ഇവിടെ നിൽക്കുകയാണ് കഴ്സർ. Ctrl റൈറ്റ് ആരോ കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത വേർഡിൻ്റെ ബിഗിനിങ്ങിൽ കഴ്സർ പോയി. വീണ്ടും ഒന്നുകൂടി റൈറ്റ് ആരോ കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി. അപ്പോൾ ഈ രീതിയിലാണ് കഴ്സർ മൂവ് ചെയ്യുന്നത്. അടുത്തത് Ctrl ലെഫ്റ്റ് ആരോ, മൂവ് ബൈ വേർഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. Ctrl ലെഫ്റ്റ്, തൊട്ട് ലെഫ്റ്റിലുള്ള വേർഡിൻ്റെ ബിഗിനിങ്ങിൽ വന്നു. അടുത്തത് Ctrl അപ്പ് ആരോ. ഇവിടെ കഴ്സർ നിൽക്കുകയാണെന്നിരിക്കട്ടെ. Ctrl അപ്പ് ആരോ കൊടുക്കുകയാണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലേക്ക് കഴ്സർ പോകും. ഇനി ഈ പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമാണ് കഴ്സർ നിൽക്കുന്നതെങ്കിൽ ആദ്യം ആ പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലേക്ക് വരും. പിന്നീടായിരിക്കും തൊട്ട് മുന്നേ ഉള്ള പാരഗ്രാഫിൻ്റെ മുകളിലേക്ക് പോകുന്നത്. Ctrl അപ്പ് ആരോ കൊടുത്തു. ഇപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലേക്ക് വന്നു. പിന്നീട് ഓരോ തവണ Ctrl അപ്പ് ആരോ കൊടുക്കുമ്പോൾ ഓരോ പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലേക്ക് കഴ്സർ പോകും. അടുത്തത് Ctrl ഡൗൺ ആരോ, മൂവ് ബൈ പാരഗ്രാഫ് ഡൗൺവേർഡ്സ്. അതുപോലെ തന്നെ താഴേക്ക് വരാനായി ഇങ്ങനെ താഴേക്ക് വരാൻ. ഇവിടെ പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് നിന്നാലും തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. അടുത്തത് പേജ് അപ്പ്, ടോപ്പ് ഓഫ് ദി പേജ്. നമ്മുടെ ഈ കറണ്ട് പേജിൻ്റെ ടോപ്പ് പോർഷൻ വ്യൂ ചെയ്യാനായി പേജ് അപ്പ് കൊടുക്കാം. അതുപോലെ പേജ് ഡൗൺ കൊടുക്കുകയാണെങ്കിൽ ബോട്ടം ഓഫ് ദ പേജ് വ്യൂ ചെയ്യാം. അടുത്തത് ഹോം, ഗോ ടു ദി ബിഗിനിങ് ഓഫ് കറണ്ട് ലൈൻ. നമ്മൾ ഏത് ലൈനിലാണോ നിൽക്കുന്നത് അതിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകാൻ. ആ ലൈനിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്നാലും കുഴപ്പമില്ല. ഹോം കൊടുക്കുകയാണെങ്കിൽ ആ ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് കഴ്സർ പോകും. അടുത്തത് Ctrl ഹോം, ഗോ ടു ബിഗിനിങ് ഓഫ് ഡോക്യുമെൻറ്റ്. ഹോം മാത്രം കൊടുത്തപ്പോൾ ആ ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്കാണ് പോയത്. Ctrl ഹോം കൊടുക്കുകയാണെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിൽ പോകും. അടുത്തത് എൻഡ്, ഗോ ടു എൻഡ് ഓഫ് കറണ്ട് ലൈൻ. ഈ ലൈനിൻ്റെ എൻഡിലേക്ക് പോകും എൻഡ് എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ Ctrl എൻഡ് കൊടുക്കുകയാണെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ എൻഡിലേക്ക് പോകും. ഇനി സെലക്ഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കമാൻഡ്സ് ഉണ്ട്. പിന്നീട് ഇൻസേർട്ട്, പാരഗ്രാഫ്സ്, ഡിലീഷൻ, ഫോമാറ്റിംഗ്, പിന്നീട് കുറേ മിസ്ലേനിയസ് കമാൻഡ്സും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.